My name is Fidayam. I am a second year BBA student from Amal College. Here I am discussing about the topic of performance of the sale of contract. Performance of the sale of contract. According to Section 31 of the Sale of Goods Act, performance of contract of sale means as regards seller delivery of goods to the buyer and as regards the buyer acceptance of the delivery of the goods and payment for them in accordance with the terms of the contract of sale. സെയിൽ ഓഫ് ഗുഡ്സിലെ സെക്ഷൻ 31 പറയുന്നത് പെർഫോമൻസ് ഓഫ് സെയിൽ ഓഫ് കോൺട്രാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെല്ലറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് അതുപോലെ ബയറെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി ചെയ്ത ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യുകയും അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ പെർഫോമൻസ് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ സെല്ലർ ഗുഡ്സ് ഡെലിവറി ചെയ്യുകയും ബയർ അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയും വേണം. ഡെലിവറി ഓഫ് ദി ഗുഡ്സ്. Section 2, Subsection 2 of the Sale of Goods Act defines delivery as a voluntary transfer of possession from one person to another. The delivery of goods may be actual, symbolic or constructive. സെക്ഷൻ 2 സബ്സെക്ഷൻ 2 പറയുന്നത് ഡെലിവറി എന്നാൽ ഗുഡ്സ് സെല്ലർ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഡെലിവറി. അത് 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആക്ച്വൽ ഡെലിവറി. When the goods are handed over by the seller to the buyer or his duly authorized agent, the delivery is said to be actual. ഗുഡ്സ് സെല്ലർ ബയർക്ക് അല്ലെങ്കിൽ ബയറുടെ ഏജന്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതാണ് ആക്ച്വൽ ഡെലിവറി. സിംബോളിക് ഡെലിവറി. Where the goods are bulky and heavy, it is not possible to give actual delivery of the goods. In such a case, the control over the goods is transferred by delivery of a symbol. ഗുഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ അതാണ് സിംബോളിക് ഡെലിവറി. കൺസ്ട്രക്റ്റീവ് ഡെലിവറി. When a person who is in a possession of goods accepts or acknowledges holding them on behalf of the buyer, it is called constructive delivery. സെല്ലർ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗുഡ്സ് മറ്റൊരു വ്യക്തിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോടാണ് സെല്ലർ ഈ ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ പറയുക. അത്തരം കേസിൽ സെല്ലർക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെലിവറി നടത്തുന്നതെങ്കിൽ അത്തരം ഡെലിവറിയെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയും. The various rules as to delivery are ഗുഡ്സ് ഡെലിവറി ചെയ്യുമ്പോഴുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെക്ഷൻ 32 to 39 പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ബയർ ടു അപ്ലൈ ഫോർ ഡെലിവറി. Unless expressly agreed to the contrary, the seller is not bound to deliver them until the buyer applies for delivery. ബയർ ഡെലിവറി ചെയ്യാൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് സെല്ലർ ഡെലിവറി നടത്തേണ്ടത്. അതാണ് ബയർ ടു അപ്ലൈ ഫോർ ഡെലിവറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, മോഡ് ഓഫ് ഡെലിവറി. ഡെലിവറി ഓഫ് ഗുഡ്സ് ഈസ് ഡൂയിങ് സംതിങ് വിച്ച് ദ പാർട്ടീസ് അഗ്രി ഷാൾ ബി ട്രീറ്റഡ് ആസ് ഡെലിവറി ഓർ വിച്ച് ഹാസ് ദ എഫക്റ്റ് ഓഫ് പുട്ടിംഗ് ദ ഗുഡ്സ് ഇൻ ദ പൊസിഷൻ ഓഫ് ബയർ ഓർ ഹിസ് അതറൈസ്ഡ് ഏജന്റ്. പാർട്ടീസ് സമ്മതിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് ഡെലിവറിയായി കണക്കാക്കപ്പെടും. അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്ന ആളുടെയോ അയാളുടെ ഏജന്റിനെയോ കൈവശമുള്ളതിൻ്റെ ഫലമുണ്ട്. തേർഡ് വൺ, ഡെലിവറി ആൻഡ് പേയ്മെന്റ് ഓഫ് പ്രൈസ് ടു ബി കൺകറന്റ്. ദ സെല്ലർ ഷുഡ് ബി റെഡി ടു ഹാൻഡ് ഓവർ ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ദ ബയർ ഷുഡ് ഹി റെഡി ടു പേ ദ പ്രൈസ്. ഡെലിവറിയോ പേയ്മെൻറ്റുമായോ ബന്ധപ്പെട്ടുള്ള മറ്റുള്ള എഗ്രിമെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സെല്ലർ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതോടെ ബയർ ആ ഗുഡ്സ് റിസീവ് ചെയ്യുകയും അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. ഫോർത്ത് വൺ, പ്ലേസ് ഓഫ് ദി ഡെലിവറി. വേർ ദ പ്ലേസ് ഓഫ് ഡെലിവറി ഇൻ സ്റ്റേറ്റഡ് in the contract, the goods must be delivered at the specified place during working hours on a working day. എന്തെങ്കിലും ഒരു പ്ലേസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ഡെലിവറി നടത്തണം. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു റീസണബിൾ സ്ഥലത്ത് ഡെലിവറി ചെയ്യണം. ഫിഫ്ത്ത് വൺ, ടൈം ഓഫ് ഡെലിവറി. ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ, ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ഷുഡ് ബി മെയ്ഡ് വിത്തിൻ റീസണബിൾ ടൈം അൺലെസ് എ ടൈം ഈസ് ഫിക്സ്ഡ് ഇൻ ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ
കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരു ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഡെലിവറി നടത്തണം. കോൺട്രാക്റ്റിൽ പറഞ്ഞില്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിൽ ഡെലിവറി ചെയ്യണം. Cost of delivery. The seller should bear the expenses of putting the goods into a deliverable state and also of the incidental expenses unless otherwise agreed. അതായത് ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് സെല്ലറുടെ ലയബിലിറ്റിയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് മാറ്റാനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില എക്സ്പെൻസുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യേണ്ടത് ഈ സെല്ലറായിരിക്കും. ദെൻ ഡെലിവറി വെൻ ഗുഡ്സ് ആർ ഇൻ പൊസിഷൻ ഓഫ് തേർഡ് പേഴ്സൺ. When the goods at the time of sale are in possession of a third person, delivery take place if such third person acknowledged to the buyer that be hold the goods so his behalf. അതായത് കൺസ്ട്രക്റ്റീവ് ഡെലിവറിയുടെ കേസിൽ പറഞ്ഞതുപോലെ മറ്റൊരു വ്യക്തിയുടെ കയ്യിലാണ് സെല്ലർ ഡെലിവറി ചെയ്യാനുള്ള ഗുഡ്സ് ഉള്ളത് എങ്കിൽ അവരെ അക്നോളേജ് ചെയ്യാണ് ഡെലിവറിക്ക് വേണ്ടി ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി. Unless both the parties agree, the buyer of goods is not bound in accept delivery therefore by installment. ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി എന്ന് പറയുന്നത് നടത്തണമെന്നുണ്ടെങ്കിൽ അത് ബയറും സെല്ലറും എഗ്രി ചെയ്തിട്ടുണ്ടാവണം. ബയറും സെല്ലറുടെ എഗ്രിക്ക് പുറത്ത് വേറൊരു തരത്തിലും ഡെലിവറി ചെയ്യാനുള്ള ഗുഡ്സ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി ചെയ്യാൻ കഴിയുന്നതല്ല. അത് ഒരുമിച്ച് തന്നെ കൊടുക്കണം. ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്യുക എന്നത് ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയറും സെല്ലറും മുന്നേ തീരുമാനിച്ചിട്ടുണ്ടാകണം. Then delivery to carrier of war finger. Delivery of goods to a carrier for the purpose of transmission to the buyer or the delivery of the goods to a war finger for safe custody is prime phase deemed to be delivery of the goods to the buyer. അതായത് ചില കേസുകളിലൊക്കെ പോർട്ട് ബൈ ആണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതെങ്കിൽ പോർട്ടിൻ്റെ ഏരിയയിലുള്ള ഒരു ഏജൻറ്റ് വാർ ഫിംഗർ ഉണ്ടാകും. അപ്പോൾ അവരാണ് ഈ പോർട്ട് ബൈ എത്തുന്ന എല്ലാ ഐറ്റംസും സേഫ് കസ്റ്റഡി ഇൻഷുർ ചെയ്യുന്നത്. സോ സെല്ലർ ബൈ പോർട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാർ ഫിംഗറിൻ്റെ കയ്യിലെത്തിയാൽ ആ ഗുഡ്സ് ഡെലിവറി ചെയ്തതായി കൺസിഡർ ചെയ്യാം. ദെൻ വെൻ റോങ് ക്വാണ്ടിറ്റി ദിസ് ഡെലിവേർഡ്. When the quantity delivered the different from the quantity contracted, then the buyer accepted the goods which are in accordance with the contract and rejected the rest. അതായത് നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിലല്ല സാധനങ്ങൾ ഡെലിവറി ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പ്രകാരത്തിലുള്ള ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ ബയ്യർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഓർഡർ വേണമെങ്കിൽ അല്ലെങ്കിൽ ആ ഡെലിവറി തന്നെ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ബയ്യർക്ക് ഉണ്ടായിരിക്കും. ഇവിടെ മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, ചില കേസുകളിൽ ബയ്യറും സെല്ലറും ഡെലിവറി എഗ്രി ഒക്കെ ചെയ്യും. എന്നിട്ട് സെല്ലർ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ ബയ്യർ പറയാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ടൈം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ബയ്യറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡെലിവറി നീട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെലിവറി ഡിലേ ചെയ്യുകയാണെങ്കിൽ, ആ ഡെലിവറി ഡിലേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സെല്ലർക്ക് എന്തെങ്കിലും ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ഈ സെല്ലർക്ക് ഉണ്ടായിരിക്കും. പാർട്ട് ഓഫ് ഡെലിവറി. A delivery of part of the goods has the effect of delivery provided such part delivery is made in progress of the delivery of the whole. അതായത് ചില കേസുകളിലെ പ്രൊഡക്റ്റ് പാർട്ടായിട്ടാണ് ഡെലിവറി ചെയ്തത്, അതായത് ഇതിൻ്റെ നാച്ചുറൽ അനുസരിച്ച് നമുക്ക് ഒരുമിച്ച് ഡെലിവറി ചെയ്യാൻ കഴിയില്ല. സോ അത്തരം കേസുകളിൽ നമ്മൾ ഡെലിവറി നടത്തുന്നത് പാർട്ടായിട്ടാണെങ്കിൽ അത് ഹോൾ ഡെലിവറിക്ക് പകരമായിട്ടുള്ളതായിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് സെക്ഷൻ 34 പറയുന്നത്. Then liability of buyer for neglecting or refusing delivery of goods. When a seller is ready and willing to deliver the goods and requesting the buyer to take delivery and the buyer
fail to take delivery within a reasonable time of that request, the buyer is liable to compensate the seller for any loss arising due to his neglect or refusal to take delivery plus a reasonable charge for the care and custody of the goods. അതായത് വിൽപ്പനക്കാരൻ സാധനങ്ങൾ കൈമാറാൻ തയ്യാറാവുകയും വാങ്ങുന്നയാളോട് ഡെലിവറി എടുക്കാൻ അഭ്യർത്ഥിക്കുകയും വാങ്ങുന്നയാൾ ആ അഭ്യർത്ഥനയുടെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡെലിവറി എടുക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അയാളുടെ അവഗണന മൂലം ഉണ്ടാകുന്ന നഷ്ടത്തിന് വാങ്ങുന്നയാൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ഡെലിവറി എടുക്കാൻ വിസമ്മതിക്കുകയും ഗുഡ്സുകളുടെ സംരക്ഷണത്തിനും ഒരു റീസണബിൾ ചാർജ് ചെയ്യും. ദെൻ acceptance of the goods by the buyer. A buyer is deemed to have accepted goods when section 42 A. He intimated his acceptance to the seller, or B. He does an act consistent with the ownership of the seller, or C. retain the goods after the lapse of a reasonable time without return of rejected goods. A mere fact that goods have been received does not lead to acceptance. In certain cases, a buyer has a right to reject the goods after having received them. In such cases, the buyer is not bound to return the goods to the seller. It should be sufficient if he intimated his rejection. സോ ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ട് ബയർ എക്സാമിൻ ചെയ്തപ്പോൾ ബയർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ബയർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ആ റിജക്റ്റ് ചെയ്ത ഗുഡ്സ് ബയർ റിട്ടേൺ ചെയ്യണമെന്നുണ്ട് എന്ന് ബയർ സെല്ലറെ ഇൻഫോം ചെയ്തിരിക്കണം. സോ ബയർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ബയർക്ക് ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാം. പക്ഷേ ആ ഗുഡ്സ് റിജക്റ്റ് ചെയ്തത് തിരിച്ച് റിട്ടേൺ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ബയർക്ക് ഇല്ല. അതേസമയം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് റിജക്റ്റ് ചെയ്യണമെന്നുണ്ട് എന്നുള്ളത് സെല്ലറെ അറിയിക്കാനുള്ള ബാധ്യത ബയർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ദെൻ എക്സാമിനേഷൻ ഓഫ് goods by the buyer. Where goods are delivered to the buyer which he has not previously examined, he is not deemed to have accepted them unless and until he is given a reasonable opportunity of examine the goods. അതായത് ഗുഡ്സ് ബയർക്ക് ഡെലിവറി നടത്തിയാൽ ബയർക്ക് അത് എക്സാമിൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കും. എക്സാമിൻ ചെയ്തിട്ട് ബയർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിലേ ബയർക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ ഒരു ഡെലിവറിക്ക് മുന്നേ ബയർ എക്സാമിൻ ചെയ്തിട്ടുള്ള ഐറ്റമാണ് വരുന്നതെങ്കിൽ അവിടെ പിന്നെ ഫർദർ എക്സാമിനേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ മുന്നേ എക്സാമിൻ ചെയ്ത സിറ്റുവേഷൻസിൽ ബയർക്ക് ആ ഗുഡ്സ് എക്സാമിൻ ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കും.